ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഓൺലൈൻ സൺഡേ സ്കൂളിൻ്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് പ്രിയ കൂട്ടുകാർക്ക് സ്വാഗതം. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ നിമിഷത്തിനായി അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ ഓരോ സൺഡേ സ്കൂൾ ക്ലാസ്സിനെയും അവിടുന്ന് അനുഗ്രഹിക്കുന്നുവല്ലോ. ഇന്നത്തെ ക്ലാസ്സിലും അവിടുത്തെ കൃപ ഞങ്ങളുടെ കൂടെ ഇരിക്കണമേ. ഈ ക്ലാസ്സിലൂടെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അവിടുന്ന് രൂപാന്തരത്തിലേക്ക് നയിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. കൂട്ടുകാരെ, ഇന്ന് നാം വളരെ പ്രാധാന്യമേറിയിരിക്കുന്ന ഒരു പാഠത്തിലേക്കാണ് പോകുന്നത്. പാഠത്തിൻ്റെ പേര് എങ്ങനെയാണ്? ആധുനിക മിഷണറി പ്രസ്ഥാനങ്ങൾ. ആധുനിക മിഷണറി പ്രസ്ഥാനങ്ങൾ, അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ മോഡേൺ മിഷണറി മൂവ്മെൻറ്റ്സ്. മോഡേൺ മിഷണറി മൂവ്മെൻറ്റ്സ്. നമ്മൾ ഇതിനാധാരമായിട്ട് വേദഭാഗങ്ങൾ ഇന്ന് പഠിക്കുന്നില്ല, എങ്കിലും മനപ്പാഠമുണ്ട്. മനപ്പാഠ വാക്യം ഇങ്ങനെയാണ്. അപ്പോസ്തലനായ പൗലോസ് തിമത്തിയോസിന് എഴുതിയ 2-ാമത്തെ ലേഖനം 1-ാം അധ്യായം 8-ാം വാക്യമാണ്. ഞാൻ വായിക്കാം. നമ്മുടെ കർത്താവിൻ്റെ സാക്ഷ്യത്തെയും അവൻ്റെ ബദ്ധനായ എന്നെയും കുറിച്ച് ലജ്ജിക്കാതെ സുവിശേഷത്തിനായി ദൈവശക്തിക്ക് ഒത്തവണ്ണം നീയും എന്നോട് കൂടെ കഷ്ടം സഹിക്കാം. നമ്മുടെ കർത്താവിൻ്റെ സാക്ഷ്യത്തെയും അവൻ്റെ ബദ്ധനായ എന്നെയും കുറിച്ച് ലജ്ജിക്കാതെ സുവിശേഷത്തിനായി ദൈവശക്തിക്ക് ഒത്തവണ്ണം നീയും എന്നോട് കൂടെ കഷ്ടം സഹിക്കാം. കൂട്ടുകാരെ, നാം ആയിരിക്കുന്ന സഭ CSI സഭ, അതിൻ്റെ പ്ലാറ്റിനം ജൂബിലി 75-ാം വാർഷികം കഴിഞ്ഞ 27-ാം തീയതി, സെപ്റ്റംബർ 27-ാം തീയതി ആഘോഷിച്ചു. നമുക്കറിയാം, ചർച്ച് ഓഫ് സൗത്ത് ഇന്ത്യ അല്ലെങ്കിൽ ദക്ഷിണേന്ത്യ സഭ എന്നറിയപ്പെടുന്ന CSI സഭ രൂപീകൃതമായത് 1947 സെപ്റ്റംബർ മാസം 27-ാം തീയതിയാണ്. നമ്മുടെ സഭയുടെ വലിയ ഒരു പ്രത്യേകത എന്താണെന്നാൽ, അനേകം മിഷണറി സമൂഹങ്ങൾ ഒരുമിച്ച് ചേർന്നിരിക്കുന്ന വലിയ ഒരു സഭയാണ് CSI സഭ. അനേകം മിഷണറി സമൂഹങ്ങൾ, ആംഗ്ലിക്കൻ സമൂഹങ്ങൾ, മെത്തഡിസ്റ്റ് സമൂഹങ്ങൾ, കോൺഗ്രസ് സമൂഹങ്ങൾ, റിഫോമേഴ്സ്, അങ്ങനെ വിവിധ മിഷണറി സമൂഹങ്ങൾ ഒരുമിച്ച് ചേർന്ന് ഐക്യസഭയായിട്ട് നാം ആയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ മിഷണറി പാരമ്പര്യം ഉള്ള സഭയാണ് CSI സഭ. നമ്മുടെ സഭ മിഷണറി പാരമ്പര്യം ഉള്ള സഭയാണ്. കർത്താവായ യേശു ക്രിസ്തുവിന് ശേഷം, അതായത് ക്രിസ്തുവിൻ്റെ ക്രൂശീകരണത്തിന് ശേഷം, അതിനുശേഷമുള്ള ആദ്യ നൂറ്റാണ്ടിൽ തന്നെ ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരും അതുപോലെ തന്നെ ആദ്യകാല ക്രിസ്ത്യാനികളും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് സഞ്ചരിച്ചു. എന്തിനു വേണ്ടിയാണ്? സുവിശേഷം പ്രസംഗിക്കുവാൻ വേണ്ടി, സുവിശേഷം അറിയിക്കുവാൻ വേണ്ടി. ആദ്യകാലത്തൊക്കെ കച്ചവട സംഘങ്ങളോടൊപ്പമായിരുന്നു അവർ യാത്ര ചെയ്തത്. CE 52 നാം വിശ്വസിക്കുന്നു തോമസ് അപ്പോസ്തലൻ ഇന്ത്യയിൽ, ഭാരതത്തിലെത്തി സഭകൾ സ്ഥാപിച്ചു. അതിനുശേഷം പൗരസ്ത്യ സഭകളുടെ, ഈസ്റ്റേൺ സഭകളുടെ സുവിശേഷ സംഘങ്ങൾ, മിഷണറി സംഘങ്ങളൊക്കെ ഭാരതത്തിൽ എത്തിയതായിട്ട് മനസ്സിലാക്കുവാൻ കഴിയുന്നു. എന്നാൽ സുവിശേഷ പ്രവർത്തനത്തിന് അല്ലെങ്കിൽ മിഷണറി പ്രവർത്തനത്തിന് പുതിയ ഒരു മാനം, ഒരു മാറ്റം, ഒരു കുതിപ്പുണ്ടായത് കത്തോലിക്ക സഭയുടെ നേതൃത്വത്തിൽ. അതായത് അവർ സന്യാസ സമൂഹങ്ങളുടെ നേതൃത്വത്തിൽ സുവിശേഷീകരണം ആരംഭിച്ചപ്പോഴാണ്. സന്യാസ സമൂഹങ്ങളുടെ നേതൃത്വത്തിൽ 1542 ഫ്രാൻസിസ് സേവ്യർ ഗോവയിലെത്തി.
അതിനുശേഷം 1605 മധുരയിൽ റോബർട്ട് നൊബിലി വന്നു, സുവിശേഷ പ്രവർത്തനം ആരംഭിച്ചു. അങ്ങനെ ഈ ജെസ്യൂട്ട് സന്യാസ സമൂഹത്തിൻ്റെ പ്രവർത്തനം അവിടെ ഉണ്ടായി. അങ്ങനെ അത് ഒരു പുതിയ നിലയിലേക്ക് മിഷണറി പ്രവർത്തനത്തെ നയിച്ചു. ഈ രണ്ടുപേരുടെയും പേരുകൾ മറന്നു പോകരുത്, ഫ്രാൻസിസ് സേവ്യറും റോബർട്ട് ഡി നൊബിലി. പിന്നീട് ആധുനിക കാലത്തിലേക്ക് വരുമ്പോൾ, അല്ലെങ്കിൽ മോഡേൺ ഇറയിലേക്ക് വരുമ്പോൾ, യൂറോപ്പിൽ പ്രത്യേകിച്ച് ഇംഗ്ലണ്ടിൽ 17ഉം 18ഉം നൂറ്റാണ്ടുകളിലൊക്കെ ആത്മീയമായിട്ട് വലിയ ഒരു മന്ദതയായി, അതായത് ആത്മീയതയിൽ ഒരു ഉണർവില്ലാതെ മന്ദഗതിയിലായിരിക്കുന്ന ഒരവസ്ഥയാണ്. ആത്മീയതയിൽ പുറകോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയായിരുന്നു 17ഉം 18ഉം നൂറ്റാണ്ടുകൾ. എന്നാൽ ആ അവസ്ഥയിൽ നിന്നും ക്രൈസ്തവ സമൂഹത്തെ ഉണർത്തിയത് ചാൾസ് വെസ്ലിയാണ്. ചാൾസ് വെസ്ലിയുടെ നേതൃത്വത്തിൽ ഒരു ഉണർവ് ഇംഗ്ലണ്ടിലുണ്ടായി, യൂറോപ്പിലുണ്ടായി. അതിനെ വിളിക്കുന്ന പേര് ഇവാഞ്ചലിക്കൽ അവേക്കനിങ് എന്നാണ്. ഈ ഉണർവിൻ്റെ ഫലമായിട്ട്, ഈ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ട് വിവിധ സുവിശേഷ യജ്ഞങ്ങൾ ഉണ്ടായി. അങ്ങനെ 19ആം നൂറ്റാണ്ടിൽ അനേകം സുവിശേഷ പ്രവർത്തനങ്ങൾ, വിവിധ മിഷണറി സമൂഹങ്ങൾ ഉത്ഭവം ചെയ്തു. അങ്ങനെ വിവിധ മിഷണറി പ്രസ്ഥാനങ്ങൾ ഉണ്ടായി. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക്, പ്രത്യേകിച്ച് ഇന്ത്യയിലേക്ക്, ഭാരതത്തിലേക്കൊക്കെ മിഷണറി സമൂഹങ്ങൾ കടന്നു വരുവാനായിട്ട് തുടങ്ങി. ചില മിഷണറി പ്രസ്ഥാനങ്ങളുടെ പേരുകളും വിവരങ്ങളും നമുക്കൊന്ന് നോക്കാം. അതായത് 19ഉം 20ഉം നൂറ്റാണ്ടുകളിൽ ഭാരതത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ വന്ന മിഷണറി സമൂഹങ്ങൾ അല്ലെങ്കിൽ മിഷണറി പ്രസ്ഥാനങ്ങൾ. ഒന്നാമത് ഡാനിഷ് മിഷൻ. 1706 ജൂലൈ 9 തഞ്ചാവൂരിന് സമീപത്തുള്ള തരംഗമ്പാടിയിലാണ് ഡാനിഷ് മിഷൻ്റെ ഇന്ത്യയിലെ പ്രവർത്തനം ആരംഭിച്ചത്. അതിന് നേതൃത്വം വഹിച്ച വ്യക്തികൾ ഇവരാണ്: ബർത്തലോമായിയും സീഗൻ ബാൾഗും ഹെൻറി പ്ലൂഷോയും ആയിരുന്നു. ഈ പേര് ശ്രദ്ധിക്കുക: ബർത്തലോമിയോ, സീഗൻ ബാൾഗും ഹെൻറി പ്ലൂഷോയും. ഇവർ പ്രാഥമിക വിദ്യാഭ്യാസത്തിനും വേദപുസ്തകം തമിഴിൽ പരിഭാഷപ്പെടുത്തുന്നതിനും പ്രാധാന്യം നൽകി. അടിസ്ഥാനപരമായിട്ടുള്ള വിദ്യാഭ്യാസം, പ്രാഥമിക വിദ്യാഭ്യാസം, അതുപോലെ തന്നെ വിശുദ്ധ വേദപുസ്തകം തമിഴിലേക്ക് പരിഭാഷപ്പെടുത്തുകയും ചെയ്തു. ഇതാണ് ഡാനിഷ് മിഷനെക്കുറിച്ചുള്ള ഒരു ലഘു വിവരണം. രണ്ടാമതായിട്ട് ബാപ്റ്റിസ്റ്റ് മിഷണറി സൊസൈറ്റി. ബാപ്റ്റിസ്റ്റ് മിഷണറി സൊസൈറ്റി 1793 നവംബർ 11 വടക്കേ ഇന്ത്യയിലെ ആദ്യ മിഷണറിയും ആധുനിക സുവിശേഷ യജ്ഞങ്ങളുടെ പിതാവുമായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് വില്യം കേറി. കൽക്കട്ടയിൽ എത്തിച്ചേർന്നു. ഈ പേര് നിങ്ങൾ ഒരിക്കലും മറന്നു പോകരുത്. വില്യം കേറി, വടക്കേ ഇന്ത്യയിലെ ആദ്യ മിഷണറി, ആധുനിക സുവിശേഷ യജ്ഞങ്ങളുടെ പിതാവുമായിട്ടുള്ള വില്യം കേറി. ഇദ്ദേഹം അനേകം കാര്യങ്ങൾ ചെയ്തു. ഇദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ നമുക്ക് ഒരു ക്ലാസ്സിലൊന്നും ഒതുക്കി തീർക്കുവാൻ കഴിയുന്നല്ല. ഇദ്ദേഹം വേദപുസ്തകം പരിഭാഷപ്പെടുത്തി, സുശേഷീകരണം ചെയ്തു, വിദ്യാഭ്യാസ മേഖലകളിൽ പ്രവർത്തിച്ചു. അങ്ങനെ ഇദ്ദേഹം തൻ്റെ സുവിശേഷ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോയി. വില്യം കേറി, അതുപോലെ വില്യം വാർഡ്, മാർഷ്മാൻ എന്നീ സെറാംപൂർ ത്രയങ്ങളുടെ പ്രവർത്തനം കിഴക്കൻ ഇന്ത്യയിൽ സുവിശേഷത്തിൻ്റെ വ്യാപനത്തിന് സഹായിച്ചു. അതായത് വടക്കേ ഇന്ത്യയിൽ, പ്രത്യേകിച്ച് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലേക്ക് ഈ സുവിശേഷ പ്രവർത്തനം വളരെ വ്യാപിച്ചത് 3 പേരുടെ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ്. അതായത് നമ്മൾ കേട്ട വില്യം കേറിയുമുണ്ട്, അതുപോലെ വില്യം വാർഡുണ്ട്, മാർഷ്മാൻ. ഇവരെ വിളിക്കുന്ന പേര് സെറാംപൂർ ത്രയങ്ങൾ എന്നാണ്. സെറാംപൂർ ത്രയങ്ങൾ. സെറാംപൂർ ആയിരുന്നു ഇവരുടെ ഒരു കേന്ദ്രമായിട്ട് ഇവർ കണ്ടിരുന്നത്. അപ്പോൾ ഇതാണ് ബാപ്റ്റിസ്റ്റ് മിഷണറി സൊസൈറ്റിയെക്കുറിച്ചുള്ള
ഒരു വിവരണം. അടുത്തതാണ് ലണ്ടൻ മിഷണറി സൊസൈറ്റി അല്ലെങ്കിൽ LMS. പ്രത്യേകിച്ച് ഈ പേര് നമുക്ക് വളരെ സുപരിചിതമായിരിക്കും. LMS, ലണ്ടൻ മിഷണറി സൊസൈറ്റി. 1795 LMSൻ്റെ പ്രവർത്തനം ഭാരതത്തിൽ ആരംഭിക്കുന്നത്. റവറൻ നഥാനിയേൽ ഫോർസിത്ത് 1798 കൽക്കട്ടയിലെ ചിൻസുറായിൽ എത്തി. പിന്നീട് തിരുവിതാംകൂറിൽ എത്തിച്ചേർന്ന ആദ്യ LMS മിഷണറി റിങ്കിൾ ടോബെ. ഓർക്കുക, ഭാരതത്തിലെ ആദ്യത്തെ LMS മിഷണറി റവറൻറ്റ് നഥാനിയേൽ ഫോർസിത്തും, എന്നാൽ കേരളത്തിൽ തിരുവിതാംകൂറിൽ എത്തിച്ചേർന്ന ആദ്യ LMS മിഷണറി റിങ്കിൾ ടോബെ. ഇവരുടെ പ്രവർത്തനം എപ്രകാരമുള്ളതായിരുന്നു? ഇവർ വിദ്യാഭ്യാസ മേഖലയിൽ, ആരോഗ്യ മേഖലയിൽ, സാമൂഹിക നവോത്ഥാന മേഖലയിൽ, സ്വയം തൊഴിൽ, ഇവയിലൊക്കെ ഇവർ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തു. നാം ആയിരിക്കുന്ന CSI കൊല്ലം കൊട്ടാരക്കര മഹായിടവക, അതുപോലെ മാതൃമഹായിടവകയായിരിക്കുന്ന ദക്ഷിണ കേരള മഹായിടവക, പിന്നീട് കന്യാകുമാരി മഹായിടവക, ഈ മഹായിടവകളൊക്കെ ഉൾക്കൊള്ളുന്ന പ്രദേശത്തായിരുന്നു, അല്ലെങ്കിൽ ഈ സ്ഥലങ്ങളിലൊക്കെ ആയിരുന്നു LMS മിഷൻ്റെ അല്ലെങ്കിൽ ലണ്ടൻ മിഷണറി സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങൾ. അടുത്തതായിട്ട് ചർച്ച് മിഷണറി സൊസൈറ്റി അല്ലെങ്കിൽ CMSൻ്റെ ഇന്ത്യയിലെ ഭാരതത്തിലെ പ്രവർത്തനം ആരംഭിച്ചത് 1813 ബോംബെയിലാണ് ആരംഭിച്ചത്. ഇവരും വിദ്യാഭ്യാസത്തിനും അതുപോലെ സാമൂഹിക ഉന്നമനത്തിനും പ്രാധാന്യം നൽകി. ഇന്നത്തെ മധ്യ കേരള മഹായിടവക, ഈസ്റ്റ് കേരള മഹായിടവക, കൊച്ചിൻ മഹായിടവക, ഈ മഹായിടവകൾ ഉൾക്കൊള്ളുന്ന സ്ഥലങ്ങളിലൊക്കെയായിരുന്നു CMS മിഷൻ്റെ മിഷണറി പ്രവർത്തനം. അടുത്തതായിട്ട് ബാസൽ ഇവാഞ്ചലിക്കൽ മിഷണറി സൊസൈറ്റി അല്ലെങ്കിൽ BEMS. 1834 മംഗലാപുരത്താണ് ബാസൽ മിഷൻ്റെ പ്രവർത്തനം ആരംഭിച്ചത്. ഇവരും വിദ്യാഭ്യാസം, തൊഴിൽ മേഖല, സുവിശേഷീകരണം എന്നീ മേഖലകളിൽ പ്രവർത്തിച്ചു. തെക്കൻ കർണാടകയിലേക്കും വടക്കൻ കേരളത്തിലേക്കും ഇവരുടെ പ്രവർത്തനം വ്യാപിച്ചു. ഇന്നത്തെ കർണാടക സദേൺ മഹായിടവക, മലബാർ മഹായിടവക, നമ്മുടെ കേരളത്തിലെ മലബാർ മഹായിടവക എന്നിവ ഉൾക്കൊള്ളുന്ന സ്ഥലങ്ങളിൽ ആയിരുന്നു ഈ ബാസൽ മിഷൻ്റെ പ്രവർത്തനം. ഇനി നാം പഠിക്കുവാനായിട്ട് പോകുന്നത് മിഷണറി ഐക്യ പ്രസ്ഥാനം. 1908 മിഷണറി പ്രസ്ഥാനങ്ങളായിട്ടുള്ള LMSഉം ദി അമേരിക്കൻ ബോർഡ് ഓഫ് കമ്മീഷണേഴ്സ് ഫോർ ഫോറിൻ മിഷൻ തുടങ്ങിയവ ചേർന്ന് SIUC രൂപീകരിച്ചു. അതായത് പിന്നീട് SIUC, CMS, BMS തുടങ്ങിയ പൂർണ്ണമായും സൊസൈറ്റി ഫോർ പ്രൊപ്പഗേറ്റിംഗ് ക്രിസ്ത്യൻ നോളജ് SPCK, സൊസൈറ്റി ഫോർ പ്രൊപ്പഗേറ്റിംഗ് ഗോസ്പൽ SPG തുടങ്ങിയവ ഭാഗികമായും ചേർന്ന് 1947 CSI ചർച്ച് ഓഫ് സൗത്ത് ഇന്ത്യ രൂപീകരിച്ചു. അതായത് നമ്മുടെ സഭയുടെ രൂപീകരണത്തിലേക്ക് നയിച്ച മിഷണറി ഐക്യ പ്രസ്ഥാനങ്ങളാണ് നാം ഇപ്പോൾ പഠിച്ചത്. പ്രിയ കൂട്ടുകാരെ, നാം ആദ്യമേ പറഞ്ഞതുപോലെ നമ്മുടെ സഭ മിഷണറി പാരമ്പര്യമുള്ള സഭയാണ്, മിഷണറി ഐക്യമുള്ള സഭയാണ്. നമ്മളിത് പഠിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്നാൽ, ഈ ഓരോ മിഷൻ സമൂഹങ്ങളും നമ്മുടെ രാജ്യത്തും നമ്മുടെ സമൂഹങ്ങളിലും ചെയ്ത പ്രവർത്തനങ്ങൾ നമുക്ക് എത്ര വർണ്ണിച്ചാലും തീരാത്ത അത്രയും ഉണ്ട്. നമ്മൾ വളരെ കുറച്ച് മാത്രമാണ് പഠിച്ചത്, ഒരു ചെറിയ വിവരണം മാത്രമാണ് പഠിച്ചത്. കൂടുതലായിട്ട് കൂട്ടുകാർ പഠിക്കുവാൻ താല്പര്യം കാണിക്കണം. അനേക വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ആതുരാലയങ്ങൾ, അതുപോലെ സമൂഹത്തിൽ ഉണ്ടായിരുന്ന
അനേകം അനാചാരങ്ങൾക്കും ജാതി വ്യവസ്ഥകൾക്കും ഒക്കെ എതിരെ പോരാടിയ മഹാന്മാരായിരുന്നു ഈ ഓരോ മിഷൻ സമൂഹങ്ങളിലെയും മിഷണറിമാർ എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇന്നത്തെ നമ്മുടെ സംസ്ഥാനത്തെയും രാജ്യത്തെയും നമ്മുടെ സമൂഹങ്ങളിലൊക്കെ ഉള്ള വിദ്യാഭ്യാസ മേഖലയിലെയും അല്ലെങ്കിൽ ആതുരാലയ മേഖലയിലെയും ഒക്കെയുള്ള വികസനങ്ങൾക്ക് ഒക്കെ അടിസ്ഥാനമെന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള മിഷണറി സംഘങ്ങളുടെ, മിഷണറി സൊസൈറ്റികളുടെ ഒക്കെ പ്രവർത്തനമാണ്, മിഷണറിമാരാണ് എന്നുള്ളത് നമ്മൾ വിസ്മരിച്ചു പോകരുത്. അനേകം ഭാഷകൾക്ക്, ലിപിയില്ലാത്ത ഭാഷകൾക്ക് ലിപി ഉണ്ടാക്കി നൽകുകയും നിഘണ്ടു നൽകുകയും ഇന്ത്യയിലെ വിവിധ ഭാഷകൾക്ക് നിഘണ്ടുകൾ രചിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളത് മിഷണറിമാരാണ്. അതുകൊണ്ട് അവരുടെ സംഭാവനകൾ നമുക്ക് ഒരിക്കലും മറക്കുവാൻ കഴിയുന്നതല്ല എന്നുള്ളതും ഈ ഒരു അവസരത്തിൽ നിങ്ങളോട് ഞാൻ ഓർമ്മിപ്പിക്കട്ടെ. നമുക്ക് മനപ്പാഠം ഒരിക്കൽ കൂടെ വായിക്കാം. 2 തിമോഥെയോസ് 1-8 നമ്മുടെ കർത്താവിൻ്റെ സാക്ഷ്യത്തെയും അവൻ്റെ ബദ്ധനായ എന്നെയും കുറിച്ച് ലജ്ജിക്കാതെ സുവിശേഷത്തിനായി ദൈവശക്തിക്ക് ഒത്തവണ്ണം നീയും എന്നോട് കൂടെ കഷ്ടം സഹിക്കാം. നിങ്ങളുടെ മുൻപിലേക്ക് ചില ചോദ്യങ്ങൾ ഞാൻ വയ്ക്കട്ടെ. 4 ചോദ്യങ്ങൾ. ഒന്നാമതായിട്ട്, സെറാംപൂർ ത്രയങ്ങൾ ആരൊക്കെയാണ്? രണ്ടാമത്തെ ചോദ്യം, 1542 ഗോവയിൽ എത്തിച്ചേർന്ന റോമൻ കത്തോലിക്ക മിഷണറി ആരാണ്? 3, 1605 മധുരയിൽ എത്തിയ ജെസ്യൂട്ട് മിഷണറി ആരായിരുന്നു? 4, യൂറോപ്പിനെ ആത്മീയ ഉറക്കത്തിൽ നിന്ന് ഉണർത്തിയത് ആരായിരുന്നു? കൂട്ടുകാർ, ഈ ചോദ്യങ്ങളുടെ ഉത്തരം കണ്ടുപിടിക്കുക, മനപ്പാഠം കൃത്യമായി പഠിക്കുക. നാം ഇന്ന് കേട്ട ഓരോ മിഷണറി സംഘങ്ങളെക്കുറിച്ചും പഠിക്കുകയും കൂടുതലായിട്ട് മനസ്സിലാക്കുവാൻ ശ്രമിക്കുകയും ചെയ്യുക. നമുക്ക് പ്രാർത്ഥിച്ച് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. പ്രാർത്ഥിക്കാം. ദൈവമേ, സ്വർഗീയ പിതാവേ, ഇന്നത്തെ ഞങ്ങളുടെ സൺഡേ സ്കൂൾ ക്ലാസ്സിനെ അവിടുന്ന് അനുഗ്രഹിച്ചുവല്ലോ. പ്രത്യേകിച്ച് ആധുനിക മിഷണറി സംഘങ്ങളെക്കുറിച്ച് ഞങ്ങൾക്ക് ചുരുക്കമായിട്ട് മനസ്സിലാക്കുവാൻ കഴിഞ്ഞുവല്ലോ. അവരുടെ ഓരോ പ്രവർത്തനത്തെയും മാനിക്കുവാനും മനസ്സിലാക്കുവാനും അവർ ചെയ്തതുപോലെ അല്പമെങ്കിലും ചെയ്യുവാനും ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അപ്രകാരം അവിടുന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വചനം നന്നായി വായിക്കുവാനും ധ്യാനിക്കുവാനും പഠിക്കുവാനും ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അവിടുന്ന് ശക്തീകരിക്കണം. യേശുക്രിസ്തുവിൻ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ.